എന്താടാ? എവിടെയാണ്? വീട്ടിലേക്കുള്ള വഴിയാടാ. വീട്ടിലേക്കുള്ള വഴിക്ക് എന്താ പറ്റിയ? ഒന്നും പറ്റിയില്ല. പിന്നെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? വീട്ടിലേക്കുള്ള വഴിയാണെന്നാ പറഞ്ഞത്. നീ എന്നോട് തന്നെയാണോ സംസാരിക്കുന്നത്? അതെ. എനിക്ക് വഴി അറിയാവുന്നല്ലേ? എന്ത്? നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അതെ. എടാ, എന്നെ നീ ഇതിനെ വഴി പഠിപ്പിക്കുന്നേ? എടാ, ആര് പഠിപ്പിച്ച്? നീയല്ലേ പറഞ്ഞ വീട്ടിലേക്കുള്ള വഴിയാണെന്ന്. എടാ പൊട്ട, വീട്ടിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. എന്നാ പിന്നെ വീട്ടിലേക്ക് പൊക്കൂടെ? എന്തിനാ അവിടെ കയറി നിൽക്കുന്നേ? എടാ, ഇവിടെ നിന്റെ അമ്മാവൻ പെറ്റി കിടപ്പുണ്ട്. ഞാൻ കൊച്ചിനൊരു അരഞ്ഞാണം കെട്ടി കൊടുക്കാൻ വന്നതാണ്. നീ വരുന്ന? നീ ഇങ്ങനെ ചൂടാവല്ലേ? ഞാൻ നിന്റെ അടുത്തൊരു നമ്പർ ഇറക്കിയതല്ലേ? നീ അതിൽ കയറി പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പിടിച്ചു കാണിച്ചു തരാം. വന്നല്ല തെണ്ടികൾക്കൊരു വിലയിലുണ്ടായി. രാവിലെ ആരാടാ തന്നെ തേച്ചത്? ഒന്നുമില്ല, ആ സന്ദീപ് തണ്ടി രാവിലെ തന്നെ എന്നെ ചൊറിയാൻ വന്നു. നീ അവിടെ പോയിട്ടുണ്ടായിരുന്നോ? ആ പോയിരുന്നു. എടാ, അവൻ പണി നിർത്തി പോകാന്ന് പറഞ്ഞിട്ട് പ്രീ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു? അയ്യോ, അങ്ങനെ പണി നിർത്തി പോകാനും മാത്രം പ്രശ്നം ഞാൻ ഉണ്ടാക്കിയില്ല. നീയും പ്രശ്നം ഉണ്ടാക്കിയ? ആ. എടാ, ഇത് ആരോ അവൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയോ. ആരാടത് അവിടെ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ? മുഖത്ത് വെള്ളം ഒഴിക്കേ? എടാ, ഇതൊരു എക്സ് മിലിറ്ററിക്കാരൻ എന്തോ ആണ്. ആള് അപ്പുറത്ത് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് അടുത്തുണ്ടായിരുന്നു. എന്ന് വെച്ച് ആരാണെങ്കിലും ഞാൻ അവനെ പൊക്കും. എന്തിന്? എന്തേ? അല്ല, പൊക്കണം. കം വിത്ത് മീ ബദ്മാഷ്. വണ്ടി പോവാം. ആ കൊല്ലു ഞാനാടാ. ഹലോ, എന്തിനിവിടെ വന്നത്? ഫോട്ടോഗ്രാഫി പഠിക്കാൻ. അയ്യോ സോറി. ആ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? വാ, ലൈറ്റ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം. വന്നേ, ഒന്ന് അവിടെ ഇരുന്നടാ. അവിടെ ഇരിക്കും. ലൈറ്റ് വന്നിട്ടില്ലേ? കൂടിയില്ലേ? ആ ഓക്കെ. ഇതാണ് ഹൈലൈറ്റ്. ഓക്കെ, അവിനാഷ് റെഡിയാണോ? ഹാ റെഡിയാണ്. ഓക്കെ, ആ ഓക്കെ. ഒന്ന് മാറണം. കംഫർട്ടബിൾ അല്ലേ? ഓക്കെ. അവിനാഷ്, ഹാ, നമ്മളെങ്ങനെയാ പോകുന്നത്? നമ്മളിവിടെ ചോദ്യങ്ങൾ ചോദിച്ചോളാം. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളെ നോക്കി കാഷ്വലായിട്ട് മറുപടി കൊടുത്താൽ മതി. ഓ ശരി. അവിനാഷ്, ഉത്തരങ്ങൾ അത്ര സ്മൂത്ത് ആവണമെന്നില്ല. എഡിറ്റിംഗ് ടൈമിലൊന്ന് എന്തെങ്കിലും പറ്റിയാൽ കട്ട് ചെയ്തേക്കണേ. ഓ, അതൊക്കെ ചെയ്തോളാം. ആ ഓക്കെ. ആരാ ചോദിക്കാൻ പോകുന്നത്? ഹാ ഇത് മീനാക്ഷി. മീനു ചോദിച്ചോളൂ. ഓക്കെ. 1 സെക്കൻഡ്. മീനാക്ഷി, ഞാൻ റെഡിയാണ്. മീനു ഒന്നും ഇവിടെ ഇരുന്നോ. നീ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഓക്കെ, സിമ്പിളാണ്. അവി ഒരു മിനിറ്റ്. സർ, എക്സ്ക്യൂസ് മീ. ഷുവർ. അവി ഒന്ന് വന്നേ. വാ വാ വാ. ഒരു സെക്കൻഡ്. ഇറ്റ്സ് ഓക്കെ. എന്താ? അതെ, ഞാൻ ഇങ്ങനെ വർക്ക് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എടാ, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. എടാ, നീ ഇതിലുള്ള ചോദ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചുമ്മാ അവിടെ ഇരുന്ന് ചോദിച്ചാൽ മാത്രം മതി. വേറൊരു കാര്യമില്ല. ഇത് മുഴുവൻ കട്ട മലയാളാണ്. ഞാൻ കേന്ദ്ര വിദ്യാലയല്ലേ. എടാ, ഇത് നിനക്കറിയാവുന്ന മലയാളം തന്നെയാണ്. അല്ല, ഇതിലെന്തോ പുതിയ അക്ഷരങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എടാ മീനുകൂട്ട, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. നീ സാവകാശം വായിച്ചാൽ മതി. എടാ, ഒരാൾ വായിക്കുന്ന ഒരു ഫീൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടില്ലാതെ നിന്നെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. അതിനു വേണ്ടിയാ. ഓക്കെ. പക്ഷെ ഉണ്ടല്ലോ, നീ ഇവിടുത്തെ പിള്ളേരോട് ചൂടാവണ പോലെ എൻ്റെ അടുത്ത് ചൂടാവാനൊന്നും പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിന്നൊക്കെ വരും. അങ്ങനെ എങ്ങനെ ചെയ്താൽ മൊത്തം സാധനം എൻ്റെ കയ്യിൽ നിന്ന് പോകും. നീ എന്റെ മുത്തലടാ, ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ ചെയ്യോ? നിന്നെ അറിയണോണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ. എന്ത്? തീരെ ക്ഷമയില്ലാത്ത ആളാ നീ. ക്ഷമയില്ലാത്തത് എനിക്ക്? നീ വന്നേ, വാ. Thank you for your order. Just 10 minutes, sir. ഓക്കെ. ഡാ, ആ ഈ സാധനം കിടക്കണം കേട്ടോ. ഇതാരാ ക്ലീൻ ചെയ്യട്ടെ? ഞാനാണ് ക്ലീൻ ചെയ്യട്ടെ. ഞാൻ ചെയ്തോളാം സാർ. അടുത്ത മാസം നിനക്ക് ശമ്പളം തരണമെന്ന് ആലോചിക്കേണ്ടി വരും. ഗസ്റ്റ് വരും. ചെല്ല്, പോയി അറ്റൻഡ് ചെയ്യും. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ ഇന്നത്തെ സ്പെഷ്യൽ? സാർ, ഇപ്പോൾ ഒരു ബർഗർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. സോ വെറൈറ്റീസ് ഓഫ് ബർഗേഴ്സ് ഉണ്ട്. ഈ കഫേ തുടങ്ങിയിട്ട് എത്ര നാളായി? 2 വർഷമായി സാർ. ആംബിയൻസ് എങ്ങനെയുണ്ട് മിസ്റ്റർ സാംസൺ?
കുഴപ്പമില്ല, പക്ഷേ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു മിസ്റ്റർ ദീപക്. എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം തീരുമാനിക്കാം അല്ലേ മിസ്റ്റർ സാംസൺ? ആ, മെനു എങ്ങനെയുണ്ട് മിസ്റ്റർ ദീപക്? മെനു ഡിസൈൻ അത്ര പോരാ. 1 സെക്കൻഡ് സാർ. ഓക്കെ. സാറേ വന്നിരിക്കുന്നത് നമ്മുടെ ഫുഡ് ഫെനറ്റിക്സ് കൊച്ചി ഗ്രൂപ്പിലെ ആളുകളാണെന്നാണ് തോന്നുന്നത്. ആരോ പറഞ്ഞേ? എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ അവരുടെ സംസാരം അങ്ങനെ തന്നെയാണ്. അവർക്ക് നമ്മുടെ കഫേയെക്കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതാം. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ കൗണ്ടറിൽ വെക്ക്, ഞാൻ അവരെ ഡീൽ ചെയ്യാം. ഓക്കെ. ഹായ് ജെന്റിൽമാൻ, ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ഡിഷസായ ഇൻഡോ അറേബ്യൻ ഫ്യൂഷനിലുള്ള കേരള ഷവർമ, കേരള സ്റ്റൈൽ മസാല അൽഫാം, പിന്നെ ഇറ്റാലിയൻ ഡിഷസ് ഉണ്ട്. കണ്ടു. പിന്നെ ഇപ്പോൾ ബർഗർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. സോ വെറൈറ്റി ഓഫ് ബർഗേഴ്സ് ഉണ്ട്. എല്ലാം ഓരോന്ന് കൊണ്ടുവരൂ. അല്ല അങ്ങനെയല്ല, എല്ലാ സ്റ്റൈലിലുള്ള ഓരോന്ന് വെച്ചെടുത്തോളൂ. അത് നിങ്ങൾ പറയുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ്. അതെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്യൂ പ്ലീസ്. സപ്പോസ് സാർ എല്ലാ സ്റ്റൈലിലും വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഒരു 2 കേരള ഷവർമയും 2 ബീഫ് ബർഗറും എടുത്തോളൂ. ഓക്കെ, കുടിക്കാൻ എന്തെങ്കിലും? പറയാം. ഓക്കെ സാർ, താങ്ക് യു. 2 കരിക്ക് വെട്ടിയെടുത്തോളൂ. ഒരുമാതിരി പൊട്ടം കളിക്കില്ലേ? നൈസായിട്ട് ഡീൽ ചെയ്യില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ബ്ലോഗ് റൈറ്റേഴ്സ് ഒന്നും അല്ലാന്ന്. എനിക്കാണ് അവനെ കണ്ടിട്ട് ഇടിച്ചിട്ട് അവൻ്റെ ഇവിടെ എപ്പോഴും മസിലോട് ഇത്തരം കാര്യങ്ങളൊന്നും നേടാൻ പറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഇങ്ങനെ നടക്കും. ഒന്നും അടിക്കുന്നില്ല. ഞാൻ കഴിച്ച് പകരം വിട്ടു. കാശുണ്ട് എൻ്റെ കയ്യിൽ. കാശ് വേണ്ട, നമ്മൾ ബ്ലോഗ് റൈറ്റേഴ്സ് അല്ലേ, നമ്മൾ കാശൊന്നും കൊടുക്കണം. നമ്മളിവിടെ വരുന്ന അവർക്ക് ഒരു ഔദാര്യമല്ലേ. ആണോ ഇതിനെക്കുറിച്ച് വല്ല പിടുത്തമൊന്നുമില്ലല്ലേ? ബില്ല് കൊടുക്കണം. അയ്യോ, അപ്പം നമ്മളെന്ത് ചെയ്യും? വഴിയുണ്ട്. കരിക്ക് പറയണ്ടായിരുന്നു. ജീവിതത്തിൽ വേണ്ടതിൽ കൂടുതൽ ആഗ്രഹങ്ങൾ വെക്കുന്നത് നല്ല കാര്യം ആണോ അല്ലയോ? ആദ്യം തന്നെ ചോദ്യം തെറ്റാണ്. ശരിക്കും ചോദിക്കും മീനു. അല്ല, മീനാക്ഷി വായിച്ചതിൻ്റെ പ്രശ്നമല്ല, ആ ചോദ്യത്തിൻ്റെ രൂപം തന്നെ തെറ്റാണ്. ഓ സോറി. വേണ്ടതിലധികം ആഗ്രഹങ്ങളെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? വേണ്ടതിലധികം ആഗ്രഹങ്ങളായെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഇതിന് വല്ല മീറ്ററും ഉണ്ടോ? അല്ലേ? ആ, വേണ്ടതിലധികം ആഗ്രഹങ്ങളായി എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇതിന് വല്ല മീറ്ററും ഉണ്ടോ? പക്ഷേ ചോദ്യം ആഗ്രഹങ്ങളുടെ പുറകെ മാത്രം പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണെങ്കിൽ എനിക്കതിന് ഉത്തരമുണ്ട്. ആഗ്രഹങ്ങൾ നല്ലതാണ്, പക്ഷേ അത് കൂടുമ്പോൾ നമുക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരും. എല്ലാവർക്കും അല്ല, ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെയാണ്. പക്ഷേ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറച്ച് അംബീഷ്യസ് ആവണയിൽ തെറ്റൊന്നുമില്ല. അവിനാഷ്, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, എടുക്കാം. ഹലോ, ഇതെന്താണ്? എത്ര നേരം നീ മൊബൈലും പിടിച്ചോണ്ടിരിക്കുന്നത്? എനിക്ക് മെസ്സേജ് വന്നിട്ടാവി. മെസ്സേജ് പോലും? ഒരു ജോലിക്ക് ഇരിക്കുമ്പോൾ സൈലന്റ് ആയിട്ടിരിക്കണം അറിയില്ല. ഇതൊന്നും അറിയില്ല ഇത്ര നാളായിട്ട്. ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ അതെന്താ? അത് മാത്രമല്ല, നീ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പുള്ളിക്ക് ഫേസ് ചെയ്യാൻ വേണ്ടിയില്ല നിന്നെ ഇവിടെ ഇരുത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇവിടുത്തെ അസിസ്റ്റന്റ് പിള്ളേരെ ചീത്ത പറയണ പോലെ എന്നെ ചീത്ത പറയാൻ പറ്റില്ല എന്ന്. ഒരു പണി പഠിക്കാൻ വന്നത് അത് പഠിക്കണം. പിന്നെ ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കണം എന്നാണല്ലോ പണി പിടിക്കല്. കുന്തം വിഴുങ്ങിയ പോലെ? നിനക്ക് ഈ പണിയുടെ വില അറിയില്ല. പിന്നെ ഭയങ്കരാണ്. ഒരു കാര്യം ചെയ്യും, ആവി ഇവിടെ ഇരിക്കും, ഞാൻ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാം. മീനു, ഒന്ന് പോവി. പുള്ളി അവിടെ പോയിട്ട് തുടങ്ങിക്കോ. എനിക്ക് അയാളുടെ രീതിയൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കൊരു പ്ലസന്റ് ഫേസ് ഇല്ല. മരം മോന്തയല്ലേ അങ്ങനെ? കസ്റ്റമേഴ്സിനോടൊന്നും ചിരിച്ച് പെരുമാറിക്കൂടെ അയാൾക്ക്? പെരുമാറിക്കൂടെ? ഇനി ഇവിടുന്ന് കഴിക്കണം. കഴിച്ചു നോക്കാം. അഥവാ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എല്ലാം കൂടെ എഴുതി ചേർത്ത് കൊന്നുകളെ അല്ലേ? ഞാൻ കൊണ്ടുകൊടുക്കാം. വരട്ടെ അല്ലേ? ഹായ് സർ, യുവർ ബർഗർ ഈസ് ഹിയർ. സാംസൺ, ഫോട്ടോ. മിസ്റ്റർ, ഇത് നിങ്ങളുടെ ഒരു സ്റ്റൈലാണോ? എന്താണ് സർ? അല്ല ആൾക്കാരെ കഴിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അല്ല സർ, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. നോ കഴിച്ചു നോക്കാതെ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ സർ, ഓക്കെ. സാർ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയ്ക്ക് മോശം ബർഗർ കഴിച്ചിട്ട്. കേരളത്തിലെ ബർഗറുകളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ആഴ്ചയും ബർഗർ കഴിക്കാൻ ഫിലാഡൽഫിയയിൽ പോകേണ്ടിവരില്ലേ മിസ്റ്റർ സാംസൺ? ഇതാണോ താൻ പറഞ്ഞ ഫ്യൂഷൻ? അല്ല സർ. ഇതിലെവിടോ ചിക്കൻ? ഇതിനേക്കാൾ കൂടുതൽ ചിക്കൻ തൊട്ടപ്പുറത്തെ പെട്ടിക്കടയിലെ മുട്ട പോസിലുണ്ടോ?
ഡിസപ്പോയിന്റഡ്, റിയലി ഡിസപ്പോയിന്റഡ്, ഹൈലി ഡിസപ്പോയിന്റഡ്. സാർ സ്ഥിരമായിട്ടുള്ള ഷെഫ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു 15 മിനിറ്റ് തരുവാണെങ്കിൽ ഞാൻ പോയി നല്ല പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരാം. താങ്കളാണോ ഈ കടയുടെ മുതലാളി? അല്ല സാർ, മാനേജറാണ്. അപ്പം മൂർത്തിയേക്കാൾ ജാടയുള്ള ശാന്തിയാണ് താൻ. എടോ, ഈ കഫയെക്കുറിച്ച് അത്യാവശ്യം നല്ല അഭിപ്രായമാണുള്ളത്. താനായിട്ടത് കളയോ? സാർ ഇവിടെ ഇരിക്കുന്ന എല്ലാ റെഗുലർ കസ്റ്റമേഴ്സാണ്, പ്ലീസ്. അതൊക്കെ ഇപ്പോൾ നോക്കാറുണ്ട്. താനപ്പോൾ ഈ വെയിറ്ററുടെ മുഖത്തോട്ട് വെള്ളം ഒഴിക്കുന്നുണ്ടോ ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ? അതാണല്ലോ ശീലം അല്ലേ? ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ സന്ദീപ് ഒരു ദിവസം 2 ജോലി വെച്ച് ചെയ്യുന്ന പയ്യനാ. അവൻ ആ കഫേയിലെ ജോലി നിർത്തി പോകാനായിട്ട് നിൽക്കുക. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല അഭിപ്രായമുള്ള വെയിറ്ററാണ്. ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. താൻ അവിടെ ചെന്ന് അവനോട് മാപ്പ് പറഞ്ഞ് അവൻ അവിടെ തിരിച്ച് ജോലിക്ക് നിൽക്കുന്ന രീതിയിലാക്കണം ഇപ്പം തന്നെ. എന്തുക്കും ഇപ്പം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഞാനൊരു എഴുത്തെഴുതും, കഫേ കുറിച്ചല്ല തന്നെ കുറിച്ച്. പിന്നെ തനിക്ക് ഈ കഫേയല്ല, ലോകത്ത് ഒരു കഫേയിലും ജോലി കിട്ടില്ല. എൻ്റെ എഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവനോട് കേൾക്കണ്ട, ഭയങ്കര എഴുത്താണ്. ആ സാർ, പോണം.